ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു നമ്മുടെ ഒരു തക്കാളിപ്പഴത്തിൻ്റെ ഒരു പാതി, ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, വലുതൊക്കെ ആണെങ്കിൽ പാതി എടുത്താൽ മതിയേ. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിന് ഒരു അല്പം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വെളുത്തുള്ളി ഒരു 4-5 അല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ പച്ചമുളകായിരുന്നു, അത് 4ആയിട്ട് ഞാൻ കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എരിവ് കുറവുകളുണ്ടെങ്കിൽ 2-3 ഇടാം. പിന്നെ എരിവ് വേണ്ടുന്നവർക്കാണെങ്കിൽ 2-3 ഒക്കെ ഇടാമേ. എന്നിട്ട് അതിലേക്ക് ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഒരു മൂത്ത് വരുന്ന നല്ലൊരു മണം വരുമല്ലോ, അന്നേരം നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം ചിലരെന്ന് വെച്ചാൽ കടലക്കറിയൊക്കെ വെക്കുമ്പോൾ ചെറിയുള്ളി ചേർത്ത് വെക്കുന്നവരുണ്ട്. അത് ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം. ഇത് പിന്നെ നമ്മൾ വെള്ളക്കടലയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിനകത്തോട്ട് എടുത്ത് വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കുവാണ്. ഇത് ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയേ, കാരണം നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുവാണല്ലോ. പക്ഷേ ഇത്രയും ചെയ്തെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പിന്നീട് കടല ഇതിനകത്ത് വേവിച്ചിട്ട് അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഒരുപാടങ്ങ് മസാല ആദ്യമേ ചേർത്ത് കൊടുക്കണ്ട. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് ഗരം മസാല ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചിലരെന്ന് വെച്ചാൽ ഇത് പൊടിക്കാതെ വെച്ചിരിക്കുമല്ലോ, പട്ടയും ഗ്രാമ്പൂ ഇലയ്ക്ക് എല്ലാം കൂടെ ആദ്യമേ ആ കടുക് നമ്മൾ ആദ്യമേ എണ്ണ ഒഴിച്ചില്ല, ആ സമയത്ത് അങ്ങ് ഇട്ട് കൊടുത്താലും മതിയായിരുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ കടല ഇട്ട് കൊടുക്കുവാണ്. ഇത് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇതെല്ലാം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് നമ്മൾ പച്ചമുളകൊക്കെ മാറി എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നില്ലേ മസാലകളൊക്കെ, അതുകൊണ്ട് ഇതിനകത്തോട്ട് ചൂടുവെള്ളമാണ് ഞാൻ ഇനി ഒഴിച്ച് കൊടുക്കുന്നത്. ഈ കടല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. പിന്നെ നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ പിന്നെ ഒരു തേങ്ങാപ്പാലും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നോക്കിയാൽ മതി, ഉപ്പ് എത്ര ഒന്ന് നോക്കിയിട്ട് നമുക്കൊരു ഏകദേശം അറിയാൻ പറ്റുമല്ലോ, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാമേ. ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കടലയൊക്കെ ഓരോരുത്തരും കിട്ടുന്നതനുസരിച്ച് വേവിനൊക്കെ വ്യത്യാസം കാണും. ഇത് ഞാനൊരു 5 വിസിലാട്ടോ അടിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ 7-8 വിസിലടിക്കുന്നവരും ചിലപ്പോൾ 3 വിസിലൊക്കെ വേവുന്ന കാണും. അത് ഓരോരുത്തർക്കും അറിയാമായിരിക്കുമല്ലോ, വാങ്ങുന്നതനുസരിച്ച് അതിൻ്റെ അകത്തൊക്കെ വ്യത്യാസം കാണും. അപ്പം ഇതൊരു വെന്ത് ആവിയൊക്കെ പോയിട്ടിരുന്നായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിൽ നിന്നൊരു അല്പം മാത്രം അതിൻ്റെ ഈ തവിയിലൊരു ചെറിയൊരു തവിയിൽ നമ്മൾ എടുക്കുന്നുണ്ട് ഒന്ന് അരച്ചെടുക്കാൻ. പിന്നെ ഞാനൊരു അല്പം ഒരു 1/4 കപ്പ് ഒരു 2 ടേബിൾ സ്പൂണൊക്കെയാണ് തേങ്ങാപ്പാൽ ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ 1-ാം പാൽ 2-ാം പാൽ ഒന്നും സെപ്പറേറ്റ് ചെയ്യാതാട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കടല അരച്ചിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും, നമ്മുടെ കറി നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ നമുക്ക് കുക്കറിൽ തന്നെ പെട്ടെന്നെല്ലാം കൂടെ ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് പകരം നമുക്ക് കറുത്ത കടല വെച്ചാൽ ഇതേ രീതിയിൽ അങ്ങ് ചെയ്തുകൊണ്ടാൽ മതിയേ. ഇപ്പോൾ അല്പം ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില എൻ്റെ ഒരു അല്പം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കടുക് വറക്കുന്ന സമയത്താണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഇത്രയാ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമ്മളിനി ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇനി കടുക് നമുക്ക് താളിച്ചൊഴിക്കാം. ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഇതിനകത്തോട്ട് ഒരല്പം ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. അപ്പം മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പം ചിലർക്ക് മസാല കുറച്ചായിരിക്കും മതി, അങ്ങനെയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ കടുക് താളിക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെജിറ്റബിൾ ഓയിൽ തന്നെയല്ലേ ഉപയോഗിച്ചത്, അതുകൊണ്ട് ഇപ്പോഴും വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി നല്ലപോലെ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോഴും ഒരു പ്രത്യേക സ്വാദായിരിക്കും. പിന്നെ രാമന് കുറച്ച് കറിവേപ്പിലുള്ളതുകൊണ്ട് അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെ ആട്ടോ ഇത് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ദോശ എല്ലാത്തിനും കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ഓക്കെ, ബൈ.